Hello, good morning all. ഗുഡ് ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ളത് ഖദീജ മാം ആണ്. മാം സൈക്കോളജിക്കൽ കൗൺസിലർ മെന്റർ മാം ആണ്. മാമിനെ ഈ ഒരു സെഷനിലേക്ക് സ്നേഹത്തോടു കൂടി ഇൻവൈറ്റ് ചെയ്യാണ്. അതുപോലെ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്നേഹത്തോടു കൂടി ഇൻവൈറ്റ് ചെയ്യാണ്. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. എന്താണ് എല്ലാവരുടെ വിശേഷ സുഖാണോ? അതെ അതെ, സുഖം തന്നെ. അവിടെ അങ്ങനെ തന്നെ എന്ന് ഞങ്ങളും വിശ്വസിക്കുന്നു. സുഖാണ്. അപ്പൊ നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാല്ലേ. ടോപ്പിക് ഇന്ന് പവർ ഓഫ് സെയിങ് നോ. കേൾക്കുമ്പം തന്നെ എല്ലാവർക്കും ഒരു ഓടിയിട്ടുണ്ടാവും അല്ലെ. നമ്മളെ ജീവിതത്തിലൊക്കെ കണക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലത്. അപ്പൊ ക്ലാസ്സിലോട്ട് വന്ന് എല്ലാവർക്കും വെൽക്കം കേട്ടോ. അപ്പൊ നോ എന്ന് പറയുന്നൊരു കാര്യം, അതായത് യെസ് നോ അല്ലെ, അതാണ് നമ്മൾ ആ ഒരു ലൈഫിന്റെ ഗതി നിർണയിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നോ എന്ന് പറഞ്ഞ വാക്ക് കേൾക്കാൻ ഭയങ്കര ചെറുതാണ്, പക്ഷെ അത് എത്രത്തോളം പവർഫുൾ ആണെന്ന് നമ്മൾ ഓരോരുത്തരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. നോ പറയുന്നതിലൂടെ നമുക്ക് ഉണ്ടായ ഓരോരോ എക്സ്പീരിയൻസ്, അതായത് നമ്മളെ ലൈഫിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നിങ്ങൾക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഉണ്ട് ഉണ്ട്. ഉണ്ട് മാം. എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് യെസ് എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവാ? ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ യെസ് എന്ന് പറയാം. നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാണ്ടിരിക്കുക. അത് നമ്മൾ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നില്ല ലൈഫില്. അതെ അതെ. നമ്മളെ ലൈഫിന്റെ ഒരു നല്ല പാർട്ട് പോലും നഷ്ടപ്പെടുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ നമ്മളെ ടൈം ഒരുപാട് അതിലൂടെ നഷ്ടപ്പെടുന്നുണ്ട്. കണക്റ്റ് ആവുന്നുണ്ടല്ലോ അല്ലെ എല്ലാവർക്കും. അപ്പൊ നമുക്ക് അതിലെ പോസിറ്റീവ് വശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലെ. നോ പറയുന്നതിലൂടെ നമുക്ക് ഉണ്ടാവുന്ന ഒരു അതിന്റെ പോസിറ്റീവ് സൈഡ് എന്തൊക്കെ. ഒന്നാമത്തെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് പിന്നെ സെൽഫ് വാല്യൂ, അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്റ്റ് കൂടുക എന്നുള്ളത് തന്നെയാണ് അല്ലെ. എല്ലാ കാര്യത്തിലും യെസ് എന്ന് പറയുന്നതിലൂടെ നമുക്ക് അവിടെ നഷ്ടപ്പെടുന്നത് എന്താണ്? നമ്മളെ പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ നമ്മളെ സെൽഫിനോടുള്ള റെസ്പെക്റ്റ് അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. അതെങ്ങനെയൊക്കെ നഷ്ടപ്പെടുന്നേ? എപ്പോഴും നമ്മളെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നത്തേക്ക് വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് 24 മണിക്കൂർ അവൈലബിൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ അവിടെ വരുന്ന ഒരു കാര്യം പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്കിപ്പോ ഒരുപാട് വർക്ക് ഉണ്ടെങ്കിൽ അത് പകുതി ആരെ തലയില ഒന്ന് വെച്ചു കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് നമുക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണല്ലേ. അതൊരു പിന്നെ കരിയറിന്റെ ഭാഗമായാലും അല്ലെങ്കിൽ മറ്റുള്ള നമ്മളെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണെങ്കിലും ഇപ്പൊ ഒരുപാട് വർക്ക് ഉണ്ട്. അത് മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെയോ ഒന്ന് കൊടുക്കുക, എനിക്കൊന്ന് റിലാക്സ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് കണ്ടെത്തുന്നത് ആരെയായിരിക്കും? എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആളെയാണ് അല്ലെ. എപ്പോഴും വിളിച്ചാൽ കിട്ടുന്ന, അവരെ വിളിച്ചാൽ കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അവരെ തന്നെയാണ് വിളിക്കുക. ഇല്ല, ഒരു നോ പറഞ്ഞ് ശീലിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് തന്നെ നമ്മളെ മൈൻഡ് സെറ്റിലോട് അവരടുത്ത് പറഞ്ഞാൽ നടക്കൂല, ഇല്ലെങ്കിൽ അവരതൊന്നും ചെയ്തു തരൂല എന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പൊ നമ്മൾ അവിടെ എന്താണ് ചെയ്യുന്നത്? എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിനെയാണ് നമ്മൾ അവിടെ ചൂസ് ചെയ്യുന്നത് അല്ലെ. അവർക്ക് നോ പറയാൻ അറിയില്ല, എന്തിനും റെഡിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിന്റെ അടുത്താണ് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളെ മൈൻഡ് പോവല്ലേ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ എന്ത് പറഞ്ഞാലും യെസ് പറഞ്ഞിട്ട് റെഡി ആയിട്ട് വരികയാണ് സൂസൻ മാം. അപ്പോഴെനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു ആവശ്യങ്ങൾ വരുന്ന സമയത്ത്, ചിലപ്പോൾ അത്യാവശ്യമൊന്നും ആയിട്ട് ഉണ്ടാവില്ല, എന്നാലും എനിക്ക് അതിലൂടെ ഒരു മുതലെടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് എൻ്റെ ഒരു ഭാരങ്ങൾ കുറച്ചങ്ങ് കുറക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ വേഗം സൂസൻ മാമിനെ വിളിക്കുകയാണ്. മാം എനിക്ക് അത് ചെയ്തു തരുമോ, ഇത് ചെയ്തു തരുമോ, നോട്ട്സ് റെഡിയാക്കി തരുമോ, അല്ലെങ്കിൽ അതൊന്ന് പറഞ്ഞു തരുമോ, ഇതൊന്ന് പറഞ്ഞു തരുമോ. അവരുടെ ആ ഒരു ടൈമിനെയോ അല്ലെങ്കിൽ അവരെ സൈഡിൽ നിന്ന് ചിന്തിക്കാനോ ഉള്ള ഒരു കപ്പാസിറ്റി നമുക്ക് അവിടെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ തന്നെയാണല്ലത്. അപ്പൊ മാം എപ്പോഴും യെസ് യെസ് എന്ന് പറയുന്നെങ്കിൽ എനിക്ക് അതൊരു ശീലമായിട്ട് മാറുകയാണ്. എല്ലാ കാര്യങ്ങളും മാം ചെയ്തു തരുമല്ലോ,
ഞാൻ ഫസ്റ്റ് ഇതില് മാമിനെ കണ്ടോണ്ട് പറയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഞാൻ വിചാരിക്കുകയാണ്, അത് മാം ചെയ്തു തരും അല്ലെ, ഏൽപ്പിച്ചാല് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തരും. അപ്പൊ ഞാൻ അവരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി എനിക്ക് അവിടെ ഇല്ലാണ്ടാവുകയാണല്ലേ, എന്തും നടക്കും, എൻ്റെ കാര്യങ്ങൾ നടക്കുന്നുള്ളത്. അപ്പൊ ഈ ചെയ്തു തരുന്ന വ്യക്തിക്ക് ഉണ്ടാവുന്ന മാനസികാവസ്ഥ എന്താണ്? അവർക്ക് അവിടെ ഒരു സെൽഫിന് വാല്യൂ ഉണ്ടാവുന്നില്ല, ഒരു റെസ്പെക്ട് ഉണ്ടാവുന്നില്ല. നമ്മൾ അത്യാവശ്യത്തിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യുമൊക്കെ ആ ഒരു ഇതിലല്ല കേട്ടോ ഞാൻ പറയുന്നത്. വെറുതെ മറ്റുള്ളവരെ ഇങ്ങനെ നമ്മളെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ഇതിലാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നവരും ഒക്കെ തന്നെയാണ്. അത് നല്ലതുമാണ് അല്ലെ, സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ പരസ്പര സഹകരണത്തോടെ ജീവിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അനാവശ്യമായിട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരുടെ മുതലെടുക്കുക എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് വരുന്നത് തന്നെ എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ട്, അതായത് നോ പറയാൻ പറ്റാത്തവര്, എന്തിനും യെസ് പറഞ്ഞിട്ട് വരുന്നവരെയാണ് നമുക്ക് ഫസ്റ്റ് അവിടെ മൈൻഡിലോട്ട് വരുന്നത്. അത് നമ്മൾ എങ്ങനെയൊക്കെ ബാധിക്കുന്നുണ്ട്? ഒന്നാമത്തേത് നമ്മളെ ടൈമിനെ തന്നെയാണ് അല്ലേ ബാധിക്കുന്നത്. ഒരുപാട് ടൈം അതിലൂടെ നഷ്ടപ്പെടുന്നുണ്ട്. മറ്റുള്ളവരെന്താ വിചാരിക്കുക, അതൊന്ന് ചെയ്തു കൊടുക്കണമല്ലോ, എന്നോട് പറഞ്ഞ കാര്യമാണല്ലോ, അപ്പൊ ഞാനത് ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ വിചാരിക്കുക എന്നുള്ളത്. അപ്പൊ മറ്റുള്ളവരെന്താ വിചാരിക്കുക എന്നുള്ള ആ ഒരു തോട്ട് നമുക്ക് വരുമ്പോഴാണ് നമുക്ക് അവിടെ നമ്മളെ ഒരു സെൽഫ് വാല്യൂ നഷ്ടപ്പെട്ടു പോകുന്നത് അല്ലേ. എല്ലാ കാര്യങ്ങളും നമ്മളങ്ങ് ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. നമ്മളെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതൊക്കെ മാറ്റി വെച്ചിട്ട് അതൊക്കെ പിന്നേക്ക് വെച്ചിട്ട് ഇവരെ കാര്യം എങ്ങനെങ്കിലും ഒന്ന് റെഡി ആയിട്ട് കൊടുക്കണം. അപ്പൊ അവരുടെ അടുത്ത് നിന്ന് നമുക്ക് നല്ല സർട്ടിഫിക്കറ്റ് കിട്ടണം അല്ലെ. അപ്പൊ ഇത് പല വ്യക്തികളും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ സമീപിക്കുന്ന ടൈം ഏറ്റവും നല്ല ബിഹേവിയറും നല്ല വശങ്ങളും ആയിരിക്കും അല്ലെ അവർ കാണിക്കുക. ഒരു കാര്യങ്ങള് പല വ്യക്തികളും അങ്ങനെയാണ് നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മളെ മക്കളെ പോലും ചൂഷണം ചെയ്യുന്നുണ്ടല്ലേ. നമ്മളും കുറെയൊക്കെ മക്കളെ അടുത്ത് പറയാറില്ല, അവരെന്തെങ്കിലും വിചാരിക്കും അതങ്ങ് ചെയ്തു കൊടുത്തേക്ക് അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തേക്ക്. അപ്പൊ മക്കൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വരെ മറ്റുള്ളവരെന്താ വിചാരിക്കുക എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ടല്ലേ. ചെറുതിലേ നമ്മൾ അവരെയും കൂടി നോ പറയാനുള്ള ഒരു എന്താ പറയാ, ആ ഒരു തീരുമാനം എടുക്കുന്ന കഴിവിനെ പോലും നമ്മൾ അവിടെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് പലപ്പോഴും പേരൻസ് ഇടപെടുന്നല്ലേ. അവരെന്തെങ്കിലും വിചാരിക്കും, നീ ഒന്ന് ചെയ്തു കൊടുത്തേക്ക്. അപ്പൊ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ മക്കളെ നിർബന്ധിക്കുക, അതുപോലെ തന്നെ നമ്മളും. അപ്പൊ അതില് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ അവിടെ വരുന്നുണ്ടല്ലേ. നമ്മളെ തോട്ട്സ് എങ്ങോട്ടാണ് പോകുന്നത്? ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് മറ്റുള്ളവര്, അതായത് നമുക്ക് എടുത്താൽ പൊങ്ങാത്ത ഭാരം തലയിലോട്ട് വെച്ചുതരാണ്. നീ ഇതിന്ന് സമയത്ത് ചെയ്തു തരുമോ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം നടത്തി തരുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവിടെ പറ്റാത്ത കാര്യമായിരിക്കും. പക്ഷെ എങ്ങനെയാണ് അവരോട് നോ പറയാ? ആ ഒരു ബുദ്ധിമുട്ട് വിചാരിച്ചിട്ട് നമ്മൾ എന്താക്കും, യെസ് എന്ന് പറയും. അപ്പൊ നമ്മൾ കുറെ ടൈം അവിടെ അങ്ങ് നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നമ്മളെ കുറെ വർക്കുകൾ മാറ്റിവെച്ചു, അത് പിന്നെയും ചെയ്യാലോ, ഇവരെ കാര്യങ്ങളൊന്ന് തീർത്തു കൊടുക്കട്ടെ എന്ന് വെച്ചിട്ടല്ലേ. അപ്പൊ അതിലൂടെ നമുക്ക് പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇമോഷണലി നമ്മൾ കുറെ ഡൗൺ ആവുന്നുണ്ടല്ലേ അവിടെ. എപ്പോ നോക്കിയാലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് ഇപ്പൊ ഇന്ന് ചെയ്തു കൊടുക്കണല്ലോ, ഈ ഒരു ടൈമിന്റെ ഉള്ളിൽ ചെയ്തു കൊടുക്കണല്ലോ, ഒരു ഐഡിയ ഉണ്ടാവൂല ചിലപ്പം, പക്ഷെ ഏറ്റെടുത്ത് പോയല്ലോ, എങ്ങനെങ്കിലും ഒന്നത് നടത്തി കൊടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കും. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് കുറെ ഇമോഷണലി നമ്മൾ കുറെ സ്ട്രെസ് അനുഭവിക്കും അല്ലെ. നമ്മളെ സമാധാനം അവിടെ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങള് നമുക്ക് അവിടെ സംഭവിക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഈ ടൈമിന്റെ കൂടെ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, നമ്മുടെ ജീവിതത്തിലെ കുറെ സമാധാനം അവിടെ പോകുന്നുണ്ട്. ആ ഒരു പാർട്ട് തന്നെ കുറെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അല്ലെ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. അതിന്റെ കൂടെ പോകുന്നതാണ് നമ്മൾ ആ ഒരു സെൽഫ് വാല്യൂ, നമുക്ക് നമ്മളോട് ഉണ്ടാവുന്ന ഒരു സെൽഫ് റെസ്പെക്റ്റ്, ഇതൊക്കെ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓരോ യെസ് പറയുന്നതിലൂടെ, അതായത് നോ പറയാൻ പറ്റാത്തതിലൂടെ നമുക്ക് അവിടെ നഷ്ടപ്പെടുന്നത് എന്താണ്? സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള കഴിവ് പലർക്കും ഉണ്ടാവില്ല അല്ലെ. എപ്പോഴും യെസ് പറഞ്ഞ് ശീലിച്ചവർക്ക് അങ്ങനല്ലേ, സ്വന്തമായിട്ടൊരു തീരുമാനം ഉണ്ടാവും. അവർക്ക് എപ്പോഴും മറ്റുള്ളവരെന്താണ് പറയുന്നത് അതാണ് യെസ്, അതാണ് ഇതാണ് ഒക്കെ യെസ് ആണ്. അവർക്ക് നോ പറയാൻ അറിയില്ല. അതിലൂടെ അവർക്ക് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഏറ്റവും ഒരു
വേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് തീരുമാനം എടുക്കാനുള്ള കഴിവല്ലേ. നമ്മളെ ലൈഫിൽ നമ്മൾ തീരുമാനം എടുക്കേണ്ട പല കാര്യങ്ങളും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും അല്ലെ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ വരുന്ന സമയത്ത് അത് മറ്റുള്ളവർ തീരുമാനം എടുത്താൽ ശരിയാവാത്ത കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യാം, നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്ത സമയത്ത് നമ്മൾ മറ്റുള്ളവരെ, വേണ്ടപ്പെട്ടവരെ വിളിക്കും അല്ല. ഒന്നെങ്കിൽ പാരൻസിനെയോ അല്ലെങ്കിൽ നമ്മളെ ബ്രദേഴ്സിനെയോ സിസ്റ്റേഴ്സിനെയോ ഫ്രണ്ട്സിനോ ഒക്കെ വിളിക്കും. അപ്പോൾ നമ്മൾ അവിടെ എന്താ സ്റ്റക്കായി പോവാണ്, നമുക്കത് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ കഴിവ് എങ്ങനെയാണ് പലപ്പോഴും നഷ്ടപ്പെടുന്നത്? എപ്പോഴും മറ്റുള്ളവർക്ക് അവൈലബിൾ ആയിട്ട് യെസ് പറഞ്ഞ് ശീലിച്ചവർക്കല്ല, നോ പറയാൻ വേണ്ടിയിട്ട് പറ്റാത്തവർക്കാണ് ഈ ഒരു കാര്യം അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പൊ ലാസ്റ്റ് അവരൊക്കെ പറയുന്നത് എന്താണ്, നിന്റെ കാര്യമല്ല, നീ ഒന്ന് തീരുമാനിക്കുക, ആലോചിക്കുന്ന പല അഭിപ്രായങ്ങൾ അവർ പറയും. പിന്നെ നമ്മളെ അടുത്ത് തന്നെയാണ് ആ തീരുമാനം വരുന്നത്. നമുക്ക് അങ്ങനെ ഒരു കഴിവ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, വേണ്ടാത്ത സ്ഥലത്ത് നമ്മൾ നോ പറഞ്ഞിട്ട് ശീലിക്കണം അല്ല. എന്നാലാണ് നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ നമ്മളെ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാരണമാവുന്നുണ്ട് ഈ നോ പറയാൻ പറ്റാത്തൊരവസ്ഥ. അതെങ്ങനൊക്കെയാണ്? ഒരു എക്സാമ്പിള്, ഒരു ഫംഗ്ഷന് പോയിട്ടിരിക്കാണ്. ഫംഗ്ഷന് പോയ ടൈം ചിലപ്പോൾ ആ വ്യക്തിക്ക് ഫുഡിന്റെ കാര്യം അതന്നെ നമുക്ക് എടുത്തോ കേട്ടോ. ഇന്ന് ഫുഡ് കഴിക്കാൻ പറ്റാത്ത വ്യക്തികൾ ഉണ്ടാവും അല്ലെ. ചിലപ്പോൾ ഷുഗർ പേഷ്യന്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഹാർട്ടിന്റെ പ്രശ്നമുള്ളവർക്കൊക്കെ അവർക്കൊരു കൺട്രോൾ ഫുഡ് മെനു ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഫിസിക്കലി അവർക്ക്, അതായത് ഹെൽത്തിന് ഭയങ്കര പ്രോബ്ലംസ് ഒക്കെ വരുന്നതായിരിക്കും. ആ ഡോക്ടർ നിർദ്ദേശപ്രകാരം ജീവിക്കുന്ന വ്യക്തിയായിരിക്കും. പക്ഷെ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഇത് കഴിക്കുക, കുറച്ച് കഴിച്ച ഒന്നും ആവൂല, കുറച്ചും കൂടി കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിക്കുമ്പോൾ എങ്ങനെയാ നോ പറയാന്ന് വിചാരിച്ചിട്ട് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരങ്ങ് കഴിക്കും അല്ലെ. അതിന്റെ ബുദ്ധിമുട്ട് ആരാണ് അനുഭവപ്പെടുന്നത്? ഈ പറഞ്ഞ വ്യക്തിക്ക് ഉണ്ടോ? കുറച്ചും കൂടി കഴിച്ച ഒരു പ്രശ്നവും വരൂല എന്ന് പറഞ്ഞവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാവൂല. കഴിച്ച വ്യക്തി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടാവാം അല്ലെ. അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ലൈഫ് സ്റ്റൈല് പോലും മാറ്റിയിട്ട് നമ്മളെ ഓരോ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ മാറ്റുന്ന വ്യക്തികൾ പോലും ഉണ്ട്. മൊത്തത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പേഴ്സണാലിറ്റി തന്നെ മാറ്റുന്ന വ്യക്തികളുണ്ട് അല്ലെ, നോ പറയാൻ ബുദ്ധിമുട്ടുന്നതിലൂടെ. അതേപോലെ തന്നെ ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങൾ നമ്മുടെ അടുത്ത് നിർബന്ധിക്കുമ്പോൾ, നമുക്ക് ചിലപ്പോ പോവാൻ ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് നീ വാ, അല്ലെങ്കിൽ കൂടെ വാ നമുക്ക് പോയോക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളായിരിക്കും. അവരെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് പോയിട്ട് ഒരുപാട് ഇമോഷണലി നമ്മൾ വീക്കായിട്ട് ചിലപ്പം തിരിച്ചു വരുമായിരിക്കും അല്ലെ. എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളാണോ? ചില സ്ഥലങ്ങൾ നമുക്ക് തീരെ പോവാൻ ഇഷ്ടം ഉണ്ടാവൂല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്കറിയാം, അവിടെ പോയി കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മൾ ഫുള്ള് നെഗറ്റീവാണ്, നെഗറ്റീവ് എനർജിയാണ്, ഒരു മൈൻഡൊക്കെ ഫുള്ള് ഡൗൺ ആവും അറിയാം. എന്നാലും മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ കുറെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മെന്റലി ഡൗൺ ആയി പോകുന്നത്, അനുഭവിക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യാത്ത പല സാധനങ്ങൾ അത് നീ യൂസ് ചെയ്ത് നോക്ക്. ബിസിനസിന്റെ ഒരു ട്രിക്കും കൂടി ഉണ്ടല്ലോ അവിടെ നടക്കുന്നത്. നമ്മളെ അടുത്ത് പലരും ഇപ്പൊ ഓൺലൈൻ ആയാലും, ഓൺലൈൻ ബിസിനസ് ഒക്കെ സർവ്വസാധാരണമാണ്. അപ്പൊ നമുക്ക് വേണ്ടാത്ത പല കാര്യങ്ങളും അവര്, വേണ്ടാത്ത സാധനങ്ങൾ, പ്രൊഡക്റ്റ് ഒക്കെ നമ്മളെ അടുത്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവര് നല്ല വാക്ചാതുര്യമായിട്ടായിരിക്കും വരുന്നുണ്ടാവും അല്ലെ. അവരുടെ വർക്കാണ് അവർ ചെയ്യുന്നത്, പക്ഷെ നമുക്ക് ഒട്ടും ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റ് ആയിരിക്കും. എന്നാലും അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് വെറുതെ വാങ്ങിയിട്ട് വീട് നിറയെ വെച്ച സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവല്ലോ, ഒരിക്കൽ പോലും യൂസ് ചെയ്യാത്ത. എങ്ങനെ നോ പറയാന്ന് വിചാരിച്ചിട്ട്, അവരറിയുന്നതാണല്ലോ, അവര് പരിചയമുള്ളതാണല്ലോ, എങ്ങനെയാണ് മുഖത്ത് നോക്കിയിട്ട് വേണ്ട പറയാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒട്ടും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടാവും. എല്ലാവരുടെ വീട്ടിലും ഇല്ല അങ്ങനത്തെ കുറെ തീരെ യൂസ് ചെയ്യാത്ത, മറ്റുള്ളവരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് വാങ്ങിവെച്ച സാധനങ്ങളൊക്കെ ഉണ്ടോ വീട്ടില്?
അങ്ങനെ യെസ് പല മാം. കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലേ. നമുക്ക് നല്ല പരിചയമുള്ള ഒരാളടുത്ത് എങ്ങനെയാണ് വേണ്ടാന്ന് പറയാന്ന് വെച്ചിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് ഒരിക്കൽ പോലും നമ്മളത് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടോ ഒന്നും ഉണ്ടാവില്ലല്ലേ. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ, അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങള് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ നന്നായിട്ട് മനസ്സമാധാനം നഷ്ടപ്പെടുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ ഇത് റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് ബാധിക്കുന്നത്? നോ പറയേണ്ട സ്ഥലത്ത് നോ പറഞ്ഞിട്ടില്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നില്ലേ ഈ ഒരു കാര്യം? നമ്മൾ കരുതാണ് റിലേഷൻഷിപ്പിൽ എപ്പോഴും യെസ് എന്ന് പറഞ്ഞാൽ അവിടെ നല്ല ബന്ധമാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബന്ധം നല്ല സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. റോങ് അല്ലേ അത്? അതെ എപ്പോഴും അതെ യെസ് അതെ എപ്പോഴും യെസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ വരുന്നത്? പ്രശ്നങ്ങൾ കൂടുകയേ ചെയ്യുള്ളൂ അല്ലേ. അപ്പൊ നമ്മൾ നോ പറയേണ്ട സ്ഥലത്ത് നോ തന്നെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ NPD ഒക്കെ ഉള്ളവരെടുത്ത് അവരുടെ ഇത് എന്തൊക്കെയാണ്, ആ ഡിസോർഡർ എന്തൊക്കെയാണെന്ന് നമുക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പൊ എപ്പോഴും നമ്മൾ യെസ് പറയുന്നതിലൂടെ നമ്മളെ ലൈഫ് തന്നെ അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോവുകയാണ് അല്ലേ, അങ്ങനെയുള്ള വ്യക്തികളെടുത്തൊക്കെ നമ്മൾ ഇടപഴകുന്ന സമയത്ത്. അതുപോലെ തന്നെ നോർമലി പോകുന്നവരാണെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ നോ പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നന്നായിട്ട് നമ്മളെ ചൂഷണം ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെ പാർട്ട്നേഴ്സ് ആണെങ്കിൽ നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങൾ നിർബന്ധിച്ചിട്ട് അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ടാവും. അതേപോലെ തന്നെ ആ റിലേഷൻഷിപ്പിൽ നമ്മൾ എങ്ങനെയാണ്, നമുക്ക് എപ്പോഴും ഫേസ് ചെയ്യേണ്ട ആളല്ലേ, അല്ലെങ്കിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കേണ്ട ആളല്ലേ, എങ്ങനെയാ നമ്മൾ നോ പറയാൻ വിചാരിച്ചിട്ട് ഇഷ്ടമില്ലാതെ പല കാര്യങ്ങളും നമ്മൾ ആ മതി പോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെക്കും അല്ലേ. യെസ് പറഞ്ഞിട്ട് നോ പറയാൻ മടിച്ചിട്ട് അത് ഒരുപാട് പ്രശ്നങ്ങളാണ് കൂടുന്നത്. അവിടെ നമ്മൾ വിചാരിക്കും ഒരു നോ പറഞ്ഞാലാണ് ഭയങ്കര പ്രശ്നം ഉണ്ടാവുക, ഒക്കെ അങ്ങ് സമ്മതിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പല സമയത്ത് തെറ്റാറില്ലേ. സത്യത്തിൽ അതവിടെ പ്രശ്നങ്ങളും ഡിസ്റ്റൻസും കൂടുകയാണല്ലേ ചെയ്യുന്നത്. റിലേഷൻഷിപ്പിൽ തീരെ നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാതിരിക്കുമ്പോൾ പ്രശ്നങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും അതവിടെ കുറയാണ് ചെയ്യുന്നത്, ഒരിക്കലും അല്ല. അപ്പൊ അത് നമ്മളെ ഇമോഷണലി ഒരുപാട് ബാധിക്കുന്നുണ്ടല്ലേ. നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട് അവിടെ. അതേപറ്റി തന്നെ ആലോചിച്ചിട്ട് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും നമുക്ക്. അതുപോലെ തന്നെ നെഗറ്റീവ് തോട്ട്സിലോട്ട് നമ്മൾ പോവല്ലേ. ചിലപ്പം എന്താ പറയാ, ആ നോ പറഞ്ഞിട്ട് നോ പറയാൻ പറ്റാഞ്ഞിട്ട് പിന്നീട് അതിന്റെ ഭവിഷ്യത്ത് അനുഭവിച്ചതിന് ശേഷമായിരിക്കും പലർക്കും തലയിൽ വെളിച്ചം വരുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ഫുൾ നെഗറ്റീവ് തോട്ട്സിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഏത് സമയത്താണ് എനിക്ക് ആ ഒരു തീരുമാനം എടുക്കാൻ തോന്നിയത്, അല്ലെങ്കിൽ ഏത് സമയത്താണ് യെസ് എന്ന് പറയാൻ തോന്നിയത്, ആ സമയത്ത് തന്നെ വേണ്ട അല്ലെങ്കിൽ നോ പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പിന്നീട് നമ്മൾ ഒരുപാട് അതിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ട് ആകുലപ്പെടാറുണ്ടല്ലേ. അങ്ങനെ ഉണ്ടായിട്ടില്ലേ പല കാര്യങ്ങളിൽ? നമ്മളൊക്കെ ലൈഫിൽ കണക്ട് തന്നെയാണല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ കണക്റ്റ് അല്ലേ? ചിലപ്പോൾ എടുത്തുപോയ തീരുമാനം നോ പറയാൻ വേണ്ടി പറ്റാത്ത അവസ്ഥ, എന്നിട്ട് പിന്നെ അതിന്റെ കുറേ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു സമയത്തെ പോലും നമ്മൾ കുറ്റപ്പെടുത്തും അല്ലെ. ഏത് നേരത്താണാവോ എനിക്ക് അങ്ങനെ തോന്നിയത്, അപ്പൊ തന്നെ നോ പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പൊ ചിലപ്പോ അത് കുറച്ച് സമയത്തേക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവും, നമ്മളെ ആ ഒരു നോയില് കുറച്ച് സമയത്തേക്ക് പ്രശ്നം ഉണ്ടാവും. പക്ഷെ യെസ് പറയുന്നതിലൂടെ നമ്മൾ ഒരുപാട് നാളുകൾ അല്ലെങ്കിൽ ഒരുപാട് നമ്മളെ ലൈഫ് മൊത്തം നമ്മൾ പ്രശ്നത്തിലോട്ട് പോകുന്ന അവസ്ഥയും വരാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ റിലേഷൻഷിപ്പിൽ നമ്മൾ എടുക്കുമ്പോഴാണെങ്കിൽ അതിപ്പോ വേണ്ടപ്പെട്ട ആരായാലും നമ്മളെ ഒരുപാട് അവര് ചൂഷണം ചെയ്യും അല്ലെ. അറിയുന്നവരാവുമ്പം നമുക്ക് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ചൂഷണം ചെയ്യാന്നുള്ളത്. എപ്പോഴും അവർക്ക് ഓർമ്മ വരുന്നത് എന്തായിരിക്കും? ഏറ്റവും കൂടുതൽ യെസ് എന്ന് പറഞ്ഞിട്ട് ഒന്നും എതിർക്കാൻ പറ്റാത്ത വ്യക്തികളെ ആയിരിക്കും അല്ലെ. നമുക്ക് തന്നെ ഒരു കാര്യം, നമുക്കൊരു ആവശ്യങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു ചിന്ത പോലും പോകുന്നത് എങ്ങോട്ടാണ്? ഇന്ന വ്യക്തിന്റെ അടുത്ത് നമ്മൾ ചോദിച്ചാല്
അവര് ഇപ്പൊ ചിലപ്പോൾ കോളേ എടുക്കൂല, മെസ്സേജ് പോലും നോക്കൂല, ഒരു കോണ്ടാക്റ്റും വെക്കൂല. നമ്മൾ പറയാറില്ല, ഒരു ആവശ്യത്തിന് നോക്കിയാൽ അതിനെയൊന്നും എങ്ങും കാണൂല എന്ന് പറയാറുണ്ട് അല്ലേ? പക്ഷെ ചില വ്യക്തികളോ ഇതിനായിട്ടുണ്ടാവും അല്ലെ, എന്താണ് പറയുന്നത് അതൊക്കെ അനുസരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫുൾ ടൈം അവരെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ട് സ്വന്തമായിട്ടൊരു ഒന്നുമില്ല, അഭിപ്രായമില്ല, തീരുമാനമില്ല, ഒന്നുമില്ല. എല്ലാം എന്താണ്, മറ്റുള്ളവരെന്താ പറയുന്നത് അതിനനുസരിച്ചിട്ട് ഫിസിക്കലി, മെന്റലി, ഇമോഷണലി ഒക്കെ മറ്റുള്ളവരുടെ അണ്ടറിൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു പേഴ്സണാലിറ്റി അവിടെ പ്രകടിപ്പിക്കാൻ പറ്റാത്ത സിറ്റുവേഷനും കാണാറുണ്ട്. അതുപോലെ തന്നെ വർക്കിന്റെ ഫീൽഡിലൊക്കെ ഇത് നന്നായിട്ട് ബാധിക്കുന്നതാണ് അല്ലേ? ചിലപ്പോ നമ്മളോട് പറയാണ് ഇന്ന സമയത്തിനുള്ളിൽ ഇത് ഫുൾ വർക്ക് ഫിനിഷ് ആക്കിയിട്ട് തരണമെന്ന്. ആ ഒരു ഇതിലൂടെ നമുക്ക് നോ പറയാൻ പറ്റുന്ന അവസ്ഥയിലാണ്. നമുക്ക് പറ്റിയിട്ടില്ലെങ്കിലോ ഒരുപാട് സ്ട്രെസ് നമ്മൾ അതിലൂടെ അനുഭവിക്കുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ ഭയങ്കര ഇറിറ്റേഷൻസ് ആയിരിക്കും. അതൊക്കെ കാണിക്കുന്നത് ആരോടായിരിക്കും? നമ്മളെ വേണ്ടപ്പെട്ടവരുടെ അടുത്തായിരിക്കും അല്ലെ? നമ്മൾ ആ ഒരു ദേഷ്യവും സങ്കടവും ഒക്കെ കൂടിയിട്ട് ഇനിയിപ്പോ ആരടുത്തും കാണിക്കാൻ പറ്റിയിട്ടില്ല, നമ്മൾ തന്നെ അങ്ങോട്ട് ആ സങ്കടങ്ങളൊക്കെ വിഴുങ്ങിയിട്ടും അല്ലെങ്കിൽ സ്വയം കുറ്റപ്പെടുത്തിയിട്ടും ഇങ്ങനെ നമ്മൾ സ്വയം ശപിച്ചിട്ട് അങ്ങ് പോകും അല്ലേ? അപ്പൊ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് എങ്ങനെയാണ് അവരുടെ അടുത്ത് അത് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് അല്ലേ? ചെയ്യാൻ പറ്റാത്ത കാര്യം എനിക്ക് ചെയ്യാൻ പറ്റൂല എന്ന് തന്നെ പറയാം. അതായത് എൻ്റെ ലിമിറ്റേഷൻസ് എന്താണ് അത് നമുക്ക് ആദ്യം മനസ്സിലാവണം. അവരവരെ ലിമിറ്റേഷൻസ് എന്താണെന്ന് ആദ്യമായിട്ട് സ്വയം ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പൊ അതിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കുക. ഇത്ര സമയത്തിനുള്ളിൽ ചെയ്തു തരണം, നമുക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ പറ്റില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അല്ലേ? അപ്പൊ അതിലൂടെ നമുക്ക് കുറെ നമ്മളെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു ടൈം വെച്ചിട്ട് അവർ പറഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് ആ ടൈമിൻ്റെ ഉള്ളിൽ തീർക്കാൻ പറ്റൂല. അത് നമുക്ക് കൊടുക്കുന്ന, നമ്മളെ ടൈമിന് കൊടുക്കുന്ന അല്ലെങ്കിൽ സെൽഫിന് കൊടുക്കുന്ന ഒരു വാല്യൂ ആണ് അവിടെ കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കിത് പറ്റില്ല, അത് തീർത്ത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം അല്ലേ? അതിലൂടെ നമ്മൾ എന്താണ് അവിടെ കൊടുക്കുന്നത്? സെൽഫ് റെസ്പെക്റ്റ് ആണ് അവിടെ ചെയ്യുന്നത്. അല്ലാതെ അവിടെ നമ്മളൊരു ഈഗോ അല്ലെങ്കിൽ അഹങ്കാരോ ഒന്നുമല്ല. നമ്മൾ കൊടുക്കുന്ന നമ്മളെ സെൽഫിന്റെ വാല്യൂ, നമ്മളെ സെൽഫ് റെസ്പെക്റ്റ് അതെപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോ നമ്മൾ നോ പറഞ്ഞിട്ട് അത് കേൾക്കാൻ തയ്യാറല്ലാത്ത ഒരാളാണെങ്കിൽ, നമ്മൾ യെസ് മാത്രം കേട്ട് ശീലിച്ച ആൾക്ക് പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ നോ പറയുമ്പോൾ അപ്പോഴാണ് അവിടെ ഈഗോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതൊരു അഹങ്കാരിയാണ് ഇങ്ങനെയുള്ള ഓരോരോ പേരുകളൊക്കെ നമുക്ക് വരുന്നതല്ലേ? ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എപ്പോഴും യെസ് പറഞ്ഞ് ശീലിച്ച് എന്തെങ്കിലും നോ പറഞ്ഞിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നമുക്ക് ഇല്ലാണ്ടാവാണെങ്കിൽ എന്താണ് അവിടെ? നമ്മൾ മനസ്സിലാക്കുന്നവരങ്ങനെ ചെയ്യാറില്ലല്ലേ? നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിയവര് അല്ലെങ്കിൽ നമ്മളെ ലിമിറ്റേഷൻസ്, നമ്മളെ പേഴ്സണാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയ ആരും ഒരു നോന്റെ പേരിൽ വിട്ടിട്ട് പോവില്ല. അപ്പൊ എന്നും യെസ് എന്ന് പറഞ്ഞിട്ട് ശീലിച്ചിട്ട് പിന്നെ നോ പറയുമ്പോൾ പല റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പല കാര്യങ്ങൾ അവിടെ നഷ്ടപ്പെടുന്നത് ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലെ പലർക്കും? അപ്പൊ നമ്മൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല അല്ലെ? എല്ലാ കാര്യത്തിനും മറ്റുള്ളവരുടെ തീരുമാനത്തിന് മാത്രം വഴങ്ങാതെ നമുക്ക് നമ്മളേതായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കും വേണം അല്ലെ? ഫിനാൻഷ്യലി ആണ് കൂടുതലായിട്ട് നമ്മൾ ഈ നോ പറയാൻ പറ്റാത്തതിലൂടെ നമുക്ക് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം അല്ലെ? എല്ലാവർക്കും അത് കണക്റ്റ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. കാരണം ഒരാൾക്ക് ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് നമ്മളെ നല്ല മനസ്സുകൊണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ട് പിന്നെ നമുക്കൊരാവശ്യം വരുന്ന സമയത്ത് അതിന്റെ പിറകെ പോയ കുറെ പേരുണ്ടാവും എന്ന് വിചാരിക്കണം ഇവിടെ ഒക്കെ. അപ്പം അവര് ഏറ്റവും നല്ല വശത്ത് അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ബിഹേവിയറിലൂടെ ആയിരിക്കും നമ്മളോട് ആ ഒരു ഫിനാൻഷ്യലി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുക, നമ്മൾ നല്ല മനസ്സുകൊണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും അല്ലേ?
അവരെ കയ്യിൽ നിന്നൊന്ന് അതിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് അതിനേക്കാളും സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ വ്യക്തികളിൽ നിന്ന് ഉണ്ടാവുന്ന പെരുമാറ്റങ്ങള് അതൊരു വേറൊരു ബിഹേവിയർ ആയിരിക്കും അവിടെ കാണുന്നുണ്ടാവുക. നമ്മളടുത്ത് ആവശ്യപ്പെട്ട സമയത്ത് അവർക്കൊരു ഫിനാൻഷ്യലി പ്രോബ്ലം വരുന്ന സമയത്ത് അവര് നമ്മളടുത്ത് കാണിച്ച ആ ഒരു ക്യാരക്ടറേ ആയിരിക്കൂല പിന്നെ ഉണ്ടാവുക അല്ലെ. പിന്നെ വേറൊരു ഫേസ് നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റാറുണ്ട്. ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്ന ഒരു കാര്യം തന്നെ ഈ ഫിനാൻഷ്യലി എന്ന് പറഞ്ഞതാണ്. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ വേഗം നമ്മൾ ഇന്ന ആളടുത്ത് ചോദിച്ചാൽ നമുക്കത് കിട്ടും, പൈസ ആയിക്കോട്ടെ, ഇത് നമുക്കിങ്ങ് കിട്ടും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ വിളിക്കുക. ആ കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ പറ്റിയിട്ടൊരു കാര്യം ചിന്തയോ അല്ലെങ്കിൽ അത് കൊടുക്കണം എന്നുള്ള ഒരു ഇതോ ഒന്നുമില്ല. അപ്പൊ അതിനെ പറ്റിയിട്ട് ഒരുപാട് നമ്മൾ എന്തെങ്കിലും മാറ്റിവെച്ച അല്ലെങ്കിൽ നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാറ്റിവെച്ച ക്യാഷ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ എടുത്തിട്ട് നമ്മളെ നല്ല മനസ്സുകൊണ്ട് കൊടുക്കുന്നുണ്ടാവും അല്ലേ. പക്ഷെ അതിന്റെ പേരിൽ പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. അപ്പൊ പലർക്കും പിന്നെയും നോ പറയാൻ മടിയായിരിക്കും. പലരും പറയുന്ന ആൾക്കാരില്ലേ, ഞാൻ എത്ര കൊണ്ടാലും പഠിക്കൂല, അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ടവരുടെ അടുത്ത് നിന്നുള്ള കുറ്റപ്പെടുത്തൽ കേട്ടിട്ടുണ്ടാവില്ല, നീ എത്ര കൊണ്ടാലും പഠിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ വരുന്നത്, അത് കേൾക്കേണ്ടി വരുന്നത്? നമുക്ക് ആവശ്യമുള്ള സമയത്ത് നോ പറയാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് അല്ലെ. മറ്റുള്ളവരുടെ ആ ഒരു മൂഡിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഇമോഷൻസിനനുസരിച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് ചേഞ്ച് ആവുക, നമ്മളെ പേഴ്സണാലിറ്റി അവിടെ മറന്നു പോവുക. ഇങ്ങനൊക്കെ വരുന്ന സമയത്താണ് ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് അതൊരു വർക്കിൽ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയാ, അവർക്ക് കുറച്ച് വർക്ക് അങ്ങ് കൊടുക്കാം, ഞാൻ കുറച്ച് റിലാക്സ് ചെയ്യട്ടെ. ചിലപ്പോൾ അവർക്ക് നല്ല റെസ്റ്റ് വേണം. സെൽഫിഷ് കൂടെ അവർക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഉണ്ടാവുക അല്ലേ. അവർക്ക് ആവശ്യത്തിന് റെസ്റ്റ് വേണം, റിലാക്സ് ചെയ്യണം, ഒക്കെ ചെയ്യണം. പക്ഷെ മറ്റുള്ളവരുടെ ഫീലിംഗ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷന്. അതുപോലെ തന്നെ നമ്മൾ എന്താ, നമുക്ക് അവിടെ കുറെ കാര്യങ്ങള് ഹെൽത്തിൽ വരെ പ്രോബ്ലം വരുന്നുണ്ടല്ലേ. കൂടെ കൂടെ ഇങ്ങനെ അവര് തരുന്ന ഓരോ ബുദ്ധിമുട്ടുകള് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ കാരണം നമുക്ക് അവിടെ റെസ്റ്റ് ഉണ്ടാവുന്നില്ല, ചിലപ്പോൾ ഉറക്കം ഉണ്ടാവുന്നില്ല, ഇമോഷണലി വീക്ക് ആവുന്നുണ്ട്. ഒന്നിനും നമ്മളെ കാര്യങ്ങളൊന്നും ഒരു വാല്യൂ ഇല്ലാതെ അങ്ങനെ പോവാണ്, നമ്മളെ ടൈം നഷ്ടപ്പെടുകയാണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതൊരു വർക്കിന്റെ ഫീൽഡിലായാലും അതുപോലെ തന്നെ ഫിനാൻഷ്യലി വരുന്ന ടൈം ആയാലും ഒക്കെ. അതുപോലെ പിന്നെ ഇമോഷണലി നമ്മളെ ചൂഷണം ചെയ്യുന്നവരുണ്ടാവും അല്ലേ. ചിലവർക്കൊക്കെ നല്ല ആക്ടിങ്, പിന്നെ അതൊരു ഭയങ്കര കഴിവ് തന്നെ ആയിരിക്കും അല്ലെ. സിമ്പതി പിടിച്ചു പറ്റിയിട്ട്, അതായത് സെന്റിമെന്റ്സിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമുണ്ട് അവിടെ. യെസ് എന്ന് പറയുന്ന സ്ഥലത്തേ യെസ് എന്ന് പറയാവൂ. എല്ലാ സ്ഥലവും നമുക്ക് പെർഫെക്റ്റ് അല്ല, അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും നമ്മൾ യെസ് എന്ന് പറയാൻ പാടില്ല. നോ പറഞ്ഞ് ശീലിക്കുക വേണം അല്ലെ. വേണ്ടാത്ത നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് പറ്റാത്ത കാര്യങ്ങളിൽ നമ്മൾ നോ പറഞ്ഞിട്ട് തന്നെ ശീലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും യെസ് പറയുന്നതിലൂടെ അവിടെ വരുന്നത് എന്താണ്, അവിടെ എമ്പതിയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നല്ല സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുമോ, ഒന്നുമല്ല അവിടെ ചിന്തിക്കേണ്ടത്. ഓരോ യെസ് പറയുന്നതിലൂടെ നഷ്ടപ്പെടുന്നത് നമ്മൾ സ്വയം നഷ്ടപ്പെടുന്നുണ്ട് അവിടെ. അതുപോലെ നമ്മൾ ടൈം നഷ്ടപ്പെടുന്നുണ്ട്, നമ്മളെ വാല്യൂ നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ടൈമിന്റെ കൂടെ നമ്മളെ ലൈഫിന്റെ നല്ല പാർട്ടും കൂടി നഷ്ടപ്പെടുന്നുണ്ട് എന്ന് ആലോചിക്കുക. കാരണം നല്ല നല്ല മൊമെന്റ്സ് ചിലപ്പോൾ നമുക്ക് അവിടെ മിസ്സാവും അല്ലേ. വേണ്ടാത്ത കുറെ കാര്യങ്ങളൊക്കെ, നമുക്ക് എടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങളൊക്കെ തലയിൽ വെച്ചിട്ട് കൂടെ ഉള്ളവരുമായിട്ട് നമ്മൾ പിന്നെ ഹാപ്പി ആയിട്ടിരിക്കേണ്ട മൊമെന്റ്സ് പോലും, അല്ലെങ്കിൽ കൂടെ ഉള്ളവരുമായിട്ട് നല്ല രീതിയിൽ പോകേണ്ട മൊമെന്റ്സ് പോലും കുറെ മിസ്സാവാറുണ്ട്. കാരണം നമ്മളെ തലയിൽ ഇങ്ങനെ കുറെ ടെൻഷനാണല്ലോ. അത് ഇന്ന സമയത്ത് മറ്റുള്ളവർ പറഞ്ഞതല്ലേ, അതൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കണ്ടേ, അപ്പൊ അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കണ്ടേ എന്നുള്ള ചിന്തകളിൽ നമുക്ക് നമ്മളെ തന്നെ അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. അതുപോലെ എപ്പോഴും മറ്റുള്ളവരെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ജീവിക്കുക, അതിലൂടെ എപ്പോഴെങ്കിലും നമുക്ക് സ്വയം സംതൃപ്തി കിട്ടുമോ? നമ്മൾ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇഷ്ടാനിഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ
അപ്പോൾ നമ്മൾ ആ ഒരു നമുക്കൊരു ഇഷ്ടാനിഷ്ടങ്ങളില്ലാതെ അല്ലെങ്കിൽ ഒരു അഭിപ്രായം ഇല്ലാതെ സ്വന്തമായിട്ടൊരു തീരുമാനം ഇല്ലാതെ ഒരു സെൽഫ് കെയർ ചെയ്യാൻ പറ്റാതെ എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ജീവിക്കുമ്പം അവിടെ നഷ്ടപ്പെടുന്നത് എന്താണ്? നമ്മൾ എന്താണോ അത് തന്നെയാണല്ലോ അവിടെ നഷ്ടപ്പെടുന്നത്. നമ്മൾ എന്നുള്ള വ്യക്തി അവിടെ സ്വയം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ തന്നെ ചിന്തിക്കേണ്ടത് എന്താണ്? ഒരിക്കലും മറ്റുള്ളവരുടെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്വയം അവിടെ ബലിയാടാവല്ല ചെയ്യേണ്ടത്. അവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ സെൽഫ് വാല്യൂ, സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ കെയർ ചെയ്തിട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലേ. അപ്പൊ ഇതിൽ ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാട്ടോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നോ പറയുന്നതിന്റെ അതിന്റെ ആവശ്യകതയെ പറ്റി, അത് നമ്മളെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, യെസ് പറയേണ്ടാത്തടത്ത് യെസ് പറയുകയും നമ്മൾ നോ പറയേണ്ടിടത്ത് നോ പറയാതിരിക്കുന്നത് വളരെ നമ്മുടെ ലൈഫിനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് പക്ഷെ പഠിച്ചു വരുന്നത് ചെറുപ്പത്തിൽ തന്നെയാണ്. നമ്മളത് ശ്രദ്ധിക്കും. മക്കളെ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടേ അവരെ നോ എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമാണെന്നുള്ളത് അവരെ പഠിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഈ കുഞ്ഞു മക്കളായിരിക്കുമ്പോൾ തന്നെ, ബേബീസ് ആയിരിക്കുമ്പോൾ പോലും അവർ ചിലപ്പോൾ നമ്മുടെ മുടിയൊക്കെ പിടിച്ച് വലിക്കില്ലേ. അപ്പൊ നമ്മൾ ചിരിക്കാറുണ്ട് പലരും, പേരൻസ് ഒക്കെ. അപ്പൊ അന്നേരം അവര് നമ്മളുടെ അടുത്ത് കടിക്കുക, മുടി പിടിച്ച് വലിക്കുക, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേന് ആ ഒരു സ്റ്റേജ് തൊട്ട് തന്നെ പിള്ളേർക്ക് ഒരു 2 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ അവർ ആ ഒരു അറൌണ്ട് ദാറ്റ് ഏജ് തന്നെ അവർക്ക് നോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. വി ഹാവ് ടു കീപ് ടെല്ലിങ് ദം. അതൊരു നല്ല രീതിയിൽ തന്നെ അത് അവരെ പഠിപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ടല്ലേ ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കാണാറുണ്ട്, മക്കൾക്കൊന്നും നോ പറയാൻ പറ്റില്ല. നോ പറയുമ്പോഴത്തേന് ഇപ്പം TV കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് എത്രയോ കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. പോയി സൂയിസൈഡ് ചെയ്യുന്നത് ബിക്കോസ് ദേ കാണ്ട് അക്സെപ്റ്റ് നോ. എല്ലാം പേരൻസ് ഇങ്ങനെ യെസ് 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 യെസ്. അപ്പൊ അത് സ്നേഹം കാണിക്കുക എന്നുള്ള രീതിയിലായിരിക്കാം പേരൻസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ദാറ്റ് ഈസ് റിയലി നോട്ട് സെറ്റിംഗ് ദം, ഗിവിങ് ദം ദ റൈറ്റ് മെസ്സേജ്. കാരണം ജീവിതത്തിൽ അവർ നോ പഠിക്കണം. നോ പറയേണ്ടതായിട്ട് പല സാഹചര്യങ്ങളും ഉണ്ട്, നോ അക്സെപ്റ്റ് ചെയ്യേണ്ട പല സാഹചര്യങ്ങളും ഉണ്ട്. അപ്പൊ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേന് അത് അവർ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് ഡൂയിങ് ദം എ ഫേവർ, യു ആർ ആക്ച്വലി സെറ്റിംഗ് ദം അപ്പ് ഫോർ ഫെയിലിയർ ആൻഡ് സെറ്റിംഗ് ദം അപ്പ് ഫോർ ഡിസപ്പോയിൻമെന്റ്. അപ്പൊ നമ്മൾ റോൾ മോഡലായിട്ട് നോ പറയുന്നത് മക്കള് കാണണം. അങ്ങനെയാണ് അത് അവരെ പഠിച്ചു വരുന്നത്. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, ഏത് കാര്യവും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നോക്കട്ടെ എന്നുള്ളൊരു വാക്കാണ് പറയുന്നത്, നോ എന്ന് പറയത്തില്ല. ദെൻ ഇവഞ്ച്വലി മനസ്സിലാക്കിയത് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നോ ആണ്. ചിലർക്കുണ്ട് അങ്ങനെ. കാരണം ദേ ജസ്റ്റ് കാൺ സേ നോ. കാരണം മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ, അല്ലെ മറ്റുള്ളവർക്ക് അവരോട് എങ്ങനെ നോ പറയുമെന്നുള്ള ഇതില് അങ്ങനെ പറയുന്നു. ബട്ട് യു ഹാവ് ടു അസേർട്ട് അവർ സെൽസ്. ആ അസേർട്ടീവ്നെസ്, അത് നമ്മൾക്കത് നോ പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ ടു സേ നോ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ചെറുപ്പത്തിൽ തൊട്ടേ അതിനുള്ള ട്രെയിനിങ് തുടങ്ങണമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. അത് ഡെഫിനറ്റ്ലി ഇറ്റ് ഹാസ് എ ബിഗ് ഇഫക്റ്റ് if you teach children no, and also you be a role model, asserting yourself and letting them understand that it's okay to say no and it is okay to accept no as well. അപ്പൊ നല്ലൊരു ക്ലാസ് ആയിരുന്നു. നോയിനെ പറ്റി എങ്ങനെ അതിനെ നമ്മള് ലൈഫിൽ ഇഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയും എങ്ങനെ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാമെന്നുള്ളതിനെ പറ്റിയൊക്കെ പറഞ്ഞു. താങ്ക് യു വെരി മച്ച്. വെരി ഗുഡ് ക്ലാസ്. Thank you so much, Susan ma'am. ഗുഡ് ഹായ് മാം. മോർണിംഗ് മാം. നമ്മള് Good പറഞ്ഞു morning. പറഞ്ഞു. എല്ലാം പറഞ്ഞോളൂ. വളരെ നല്ല സെഷൻ ആയിരുന്നു. നമ്മള് കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കുന്നു എന്നൊരു പഴഞ്ചൊല്ലുണ്ട്.
ആ ഒരു അവസ്ഥയാണ് നമ്മുടെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നോ പറയാതിരുന്നു കഴിഞ്ഞാല് ഫിനാൻഷ്യലി ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നമ്മുടെ കയ്യിലിരിക്കുന്ന ഫണ്ട് കൊടുത്തിട്ട് നമുക്ക് ഏറ്റവും നല്ല സുഹൃത്തിനെ പോലും ഒരു ശത്രുവാക്കി മാറ്റാൻ കഴിയുന്ന ഒരു നല്ലൊരു ടൂളാണ് ഈ നോ പറയാതിരുന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പോ അതൊരു നല്ലൊരു ഉണർത്തലാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പോൾ ഉള്ള എല്ലാവർക്കും ഇതൊരു നല്ലൊരു അനുഭവം ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ഈ നോ ഇങ്ങനെ പറയണം പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും ആർക്കും അത് പ്രത്യേകിച്ച് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഈ നോ പറയേണ്ടടുത്ത് പറയണട്ടോ എന്ന് പറഞ്ഞാല് ഇത് അനുഭവത്തിൽ വരുമ്പോഴാണ് അന്ന് പറഞ്ഞതിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. ഓക്കെ, എന്തായാലും നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു അൻസർ സർ. താങ്ക് യു സോ മച്ച്. ഹായ് മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമ്മൾ വളരെ കുറച്ച് പൊളൈറ്റ് ആയിട്ട് റീസണിങ് പറഞ്ഞ് നോ എന്ന് പറഞ്ഞാൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മാമിന്റെ ക്ലാസ്സിലൂടെ നമ്മളത് പറയാതിരിക്കുമ്പോൾ നമ്മളെ തന്നെ അത് വിഷമിപ്പിക്കുകയാണ് എന്നൊരു വലിയൊരു മെസ്സേജ് മാം തരുന്നുണ്ട്. നന്നായിരുന്നു. താങ്ക് യു. താങ്ക് യു വിനേക മാം. താങ്ക് യു സോ മച്ച്. എല്ലാരും പറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നുന്നല്ലോ, ആരും ഒന്നും മിണ്ടുന്നില്ല. ചന്ദ്ര മാം ഇല്ലേ? സൗണ്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്ന്. ചന്ദ്ര മാം വന്നില്ല തോന്നുന്നില്ല. ചന്ദ്ര മാം ഇല്ല. ചന്ദ്ര മാം ഇടക്ക് ലീവ് ആവുന്നുണ്ട്. നാളെ സൂസൻ മാമിന്റെ ക്ലാസ് അല്ലേ? അത് തന്നെ നാളെ എന്റെ ക്ലാസ്സാ. മാമിന്റെ ക്ലാസ്സിൽ എല്ലാരും ജോയിൻ ചെയ്യണം. Yes, I look forward to seeing you all tomorrow. അപ്പൊ നമുക്ക് വൈകിട്ട് ചെയ്യാലോ എന്നാ. ഓക്കെ. So once again, thank you very much. Everybody Take care. have a good day. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ. ഓക്കെ.